ഹായ് കൂട്ടുകാരെ, ഷിജൂസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഇന്ന് നമ്മുടെ ശനിയാഴ്ച ദിവസമായ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇന്ന് ശരണ്യ പാചകം ചെയ്യണം എനിക്ക് വേണ്ടി മാത്രം. കാരണം ഇന്നെന്റെ പിറന്നാളാണ്. അപ്പൊ നേരത്തെ ഒന്നും വീഡിയോയിലൊന്നും പറഞ്ഞില്ലായിരുന്നു. ഒന്നുമില്ല, ചെറിയ സദ്യ മാത്രം. ശരണ്യ എനിക്ക് വേണ്ടി സദ്യ വെച്ച് തരുന്നു. പിന്നെ എനിക്ക് ഈ ഒരു ഉടുപ്പ് ശരണ്യ മേടിച്ചു തന്നു. അതല്ല, എല്ലാ പിറന്നാളിനും എനിക്കൊരു ഷർട്ട് എടുത്തു തരും ശരണ്യ. അത് ഇത്തവണയും എടുത്തു തന്നു. അപ്പൊ കൂട്ടുകാരെ, എത്രാമത്തെ പിറന്നാളാണെന്ന് അറിയണ്ടേ? 40 വർഷം ആകാൻ പോകുന്നു. അപ്പൊ 40ാമത്തെ പിറന്നാളാഘോഷമാണ് എൻ്റെത്. ആഘോഷമൊന്നും പറയാൻ പറ്റിയല്ല. ഞാൻ ഇപ്പം ഇച്ച് കഴിയുമ്പോൾ സെയില് പോകും. ഉച്ചവരെ ഇപ്പം സദ്യ ആയ കാരണം ഉച്ചവരെ ഇരുന്ന് സദ്യ കഴിച്ചിട്ട് സെയില് പോവുകയാണ്. അപ്പോൾ എന്നാലും കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. അത് തന്നെയാണ്. ഇപ്പം എനിക്ക് ഏതാണ്ട് എല്ലാവരും ഞങ്ങൾക്കുള്ള ആ ഒരു ഫീലാണ്. എല്ലാവരും ഫോണിൽ കൂടി വിളിക്കുക, കമന്റിലൂടെയൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് തരുന്ന സപ്പോർട്ട് കാണുമ്പോഴുണ്ട്. അതെ, ഒരുപാട് സന്തോഷമാണ് കൂട്ടുകാരും. വിളിക്കാൻ സാധിക്കാത്തവർ കമന്റിലൂടെയൊക്കെ ഇടുന്നുണ്ട്. ചിലർക്ക് TV കാണുന്നവർക്ക് കമന്റ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാലും അറിയാം അവരുടെയൊക്കെ നമ്മളോടുള്ള ആ ഒരു സ്നേഹം. അപ്പൊ കൂട്ടുകാരെ, ഒത്തിരി പറഞ്ഞൊന്നും ഞങ്ങൾ നീട്ടുന്നില്ല. അപ്പൊ നമ്മുടെ നമ്മളെ ശരണ്യ തയ്യാറാക്കി തന്നെ സദ്യ. ശരണ്യ തന്നെയല്ല കേട്ടാ, അമ്മയുണ്ട്, അച്ഛനുണ്ട്. അതെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി സദ്യയിലേക്ക് പോയേക്കാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ശരണ്യ കുറച്ച് ഉള്ളിയൊക്കെ ആയിട്ട് വാദിക്കലായിട്ട് വന്ന്. അച്ഛനാണ് പത്രം വായിച്ചോണ്ടിരിക്കുന്നത്. അച്ഛനമ്മ കണ്ണാടിയിലും വെച്ച് അങ്ങോട്ട് പൊളിക്കാം അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. എന്താണ് വാദിക്കലായിട്ട് വന്നിരുന്നെന്നറിയാമോ? അകത്ത് കറണ്ട് ഇല്ല. ഇന്ന് കറണ്ട് ഇട്ട് പത്രത്തിലുണ്ടോ? നോക്കിയാ? അച്ഛാ, ഇന്ന് ശരണ്യ ഇന്ന് എൻ്റെ പിറന്നാളായിട്ട് സദ്യ തന്നെ ഒരുക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു. എന്റെ ശരണ്യ, എന്തിനാണ് ശരണ്യ? അതൊന്നും വേണ്ട. പൊന്നുമകനെ, വെറുതെ ആവശ്യമില്ലാത്തൊക്കെ നമുക്ക് ഒരു ഇച്ചിരി ചോറ്, ഒരു നേരത്തെ ഭക്ഷണം, ഇച്ചിരി ചമ്മന്തി ആണെങ്കിലും മതി ശരണ്യ. പപ്പടം പായസം ഉണ്ട്, പഴം മേടിക്കണം. അതൊക്കെ ഉള്ളതൊക്കെ മതി കൂട്ടുകാരെ. വേറെ കൂട്ടുകാരെ, 100 രൂപയുടെ ഒരു സാമ്പാർ കിട്ടി ഇന്നലെ മേടിച്ചു. അതുകൊണ്ട് ശരണ്യ പല രീതിയിൽ ഒപ്പിക്കാൻ പോവുകയാണ്. അതാണ് സത്യം അല്ലേ? നമ്മളെ കൂട്ടുകാരുടെ ഒന്നും ഞാൻ ഒളിച്ചു വെക്കുന്നില്ല അല്ലേ? പിന്നെ അതിന് മുമ്പ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനം വേറെ മേടിച്ചു. അതെന്നാണ് മേടിച്ചത്? ഇച്ചിരി തക്കാളിയും ഓഫർ ഉള്ളതുകൊണ്ട് തക്കാളി, ഇച്ചിരി വെണ്ടക്കായും ഇല്ല, ഏതാണ്ട് അത്രയൊക്കെ തന്നെ. ഇതൊക്കെ കൊണ്ടാണ് ശരണ്യ ഇപ്പൊ തല്ലിക്കുട്ടി ഒരു സദ്യ ഒരുക്കുന്നു. പിന്നെ ശരണ്യ, ഞാൻ സഹായിക്കണം? സഹായിക്കാൻ പാടില്ല. ഓ, എന്ത് പിറന്നാള് ഒക്കെ ഇങ്ങനെ എല്ലാ വർഷവും വന്നും പോയും. പിന്നെ വേറൊരു കാര്യമുണ്ട്, സത്യസന്ധമായിട്ട് പറയാല്ല. 40 വയസ്സായെന്ന് പറയുമോ? 1 വയസ്സ് കൂടി കുറഞ്ഞതായിട്ടല്ലേ എന്നെ കണ്ടാ പറയുള്ളൂ. എന്നെ കണ്ട 1 വയസ്സ് കൂടി കുറഞ്ഞതായിട്ടല്ലേ മനസ്സിലാക്കുള്ളൂ. 63 വയസ്സുള്ള അച്ഛന് 65 വയസ്സുണ്ട് ശരണ്യ. 1 2 വയസ്സ് കുറച്ച് ശരണ്യ. 65 വയസ്സുള്ള ആളിരിക്കുന്ന കണ്ടോ? നമുക്ക് വയസ്സിലല്ല, അസുഖങ്ങളൊന്നും വരാതിരുന്നാ മതി അല്ലേ? അതിലാണ് ആരോ വന്നു അച്ഛൻ പറ. വെറുതെയാണ് ശരണ്യനെ പറ്റിച്ചതാണ്.
ഇഞ്ചി പൊളിക്കണം. ആ ഇതെല്ലാം ഡ്യൂട്ടി ആരുടെയാ? ആരുടെ? അച്ഛൻ്റെ. അച്ഛനാണ് കിടക്കാൻ വേല. പത്രം വായിക്കാൻ എനിക്ക് വേറെ കാര്യം ഇങ്ങനെ ഒരു കാര്യമില്ല. പിന്നെ നമ്മുടെ അമ്മ എന്നെ എടുക്ക. തുണി വിരിക്കുന്നു. ആഹാ. അപ്പൊ ശരണ്യ എന്നെ എടുക്കാൻ പോവുകയാണ് ഇനി. ഞാൻ ഇനി അഭിലാഷം അരിയാൻ പോവാം. അരിയാൻ പോയി. ആ എന്നാ അതൊക്കെ എടുത്തോണ്ട് പോവാ. അങ്ങനെ അതെ നമ്മുടെ അച്ഛൻ ഉള്ളിയൊക്കെ അരിഞ്ഞു തീർന്ന് വീണ്ടും പത്രം വായിക്കാൻ പോണത്. അന്നാരം ദേ ശരണ്യതേ അടുത്ത ചേനയും കൊണ്ടുവന്ന് കൊടുത്ത്. ഇത് അല്ല ഉള്ളി തൊലിയൊക്കെ പൊളിച്ചു വെച്ചില്ലേ അച്ഛൻ? ആ അപ്പൊ ആ നേരത്തെ അടുത്ത ചേനയും കൂടി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അച്ഛൻ. അച്ഛൻ വീണ്ടും പത്രം എടുത്തതായിരുന്നു. ഇനി ഇപ്പോഴൊന്നും പത്രം വായിക്കൊന്നും നടക്കത്തൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ, പണി ഇഷ്ടം പോലെ കിടക്കുക. അതിന്റെ ഇടയ്ക്ക് ഇതെല്ലാം ചെയ്യാം. പത്രം വായിക്കണം ശരിയാണോ? അമ്മ അവിടെ പച്ചക്കറി വേറെ അരിഞ്ഞിട്ട് തോരനുള്ളത് അരിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ വാച്ചാ നമുക്ക് ആ കടയിൽ സാധനം കൊടുക്കാനില്ലേ? ഇല്ല, ഇന്ന് ഒരു സാധനം കൊടുക്കാനില്ല. ആര് പറഞ്ഞു? അപ്പൊ നമുക്ക് പോയാലോ? ഇവിടെ നിന്നാ പണി കിട്ടുവോ? ഞാനിപ്പോ പോകാൻ പോവാണ്. ഞാൻ ഒന്ന് ഡ്രസ് ചെയ്യുക, നേരെ പിടിക്കാൻ. അല്ല അതൊക്കെ വരുമ്പോ സമയമുണ്ട്. ഞങ്ങൾ വന്നിട്ട് സദ്യ കഴിച്ചോളാം. ഇണക്കി വെച്ചു. അതെന്താണ് കാരണം ഞങ്ങളില്ലേ സദ്യ ഇല്ലേ? അതിങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞു. എനിക്കിന്ന് ബർത്ത്ഡേ ആയിട്ട് സദ്യ ഇണക്കി തരാൻ പോണ്. എല്ലാരും കൂടെ സഹായിച്ചാലേ സദ്യ പോലത്തുള്ളൂ. ഞാൻ മാത്രമായിട്ട് ചെയ്താൽ ശരിയാവത്തില്ല. ഉത്തരവാദിത്ത ശരണേക്കാണ്. കാരണം ശരണ ശിശു അല്ലേ ശരണേക്കാണ്. എല്ലാം പൊളിച്ചെല്ലാം അങ്ങോട്ട് ഞാൻ പൊളിച്ചു തന്നു. അമ്മ വന്നുണ്ട്. അത് കറങ്ങി നടക്കിയാ മതി. അമ്മ ഞാൻ നോക്കുമ്പോ പുറത്ത് തുണി എന്തോ വിരിക്കുന്നുണ്ടായിരുന്നു. ആ അടുത്തത് അച്ഛൻ അടുത്ത ഐറ്റം എടുത്ത്. ആ അപ്പൊ ഏതായാലും നിങ്ങൾ 3 പേരും കൂടി അരിഞ്ഞൊക്കെ ഇട്. അമ്മ അമ്മ എന്നെ എടുക്കാൻ പോ. ശരണ്യ കേട്ടാ. ആ അപ്പൊ അമ്മ എനിക്ക് പണി കിട്ടി. ഇഞ്ചി വറുത്ത് കോരല്. ആ ശരി. കണ്ട ഉള്ളിയൊക്കെ അച്ഛൻ കണ്ട എന്ത് നീറ്റായിട്ടാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ആ എന്നാ ശരി, നിങ്ങൾ ഇത് അരിഞ്ഞിട്ടൊക്കെ കാണിക്കാം കേട്ടാ. ശരണ്യ അരിഞ്ഞു തീർന്നില്ലേ രണ്ടുപേരും? ഏതായാലും നിങ്ങൾ ഇത് അരിയണ നേരത്തുണ്ടല്ല അവിടെ അമ്മ എന്നാണ് ചെയ്യണമെന്ന് നോക്കട്ടെ. അകത്താട്ട് പോയിട്ട് കണ്ടില്ലല്ലോ അമ്മ. അമ്മ എന്നായിരിക്കാന്ന് നോക്കാൻ വന്നേ. ഉള്ളിക്ക് തേങ്ങ, ഉള്ളിക്കറി ഇഞ്ചിക്കറിയൊക്കെ വെക്കാൻ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുന്നു. അമ്മ പെട്ടെന്ന് പേടിച്ചു പോയല്ലേ ഞാൻ വിളിച്ചത്? ഞാനോർത്ത് എന്താണ് പെട്ടെന്ന് വിളിച്ചത്. എനിക്ക് തോന്നി അമ്മ പെട്ടെന്ന് അമ്മയുടെ മുഖത്തിന്റെ അമ്മന്ന് വിളിച്ചപ്പോ ഞാനോർത്ത് ഇത് എന്ത് പറ്റിയ. അമ്മ എന്നെ എടുക്കണമെന്ന് നോക്കാമെന്ന് അവരവിടെ അരിഞ്ഞണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ തേങ്ങ ചിരണ്ടിക്കും. ശരണ്യ അച്ഛനും കൂടി ഉള്ളിക്കറിക്കുള്ള ഉള്ളിയും റെഡിയാക്കിയിട്ടുണ്ട്. അവിയൽ കഷ്ണത്തിനുള്ളതും ചെയ്തിട്ടുണ്ട്. പിന്നെ അതെ അവിടെ എന്തോ ചെയ്തോണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യുന്നത്? പച്ചക്കായ അല്ലേ? ആ നമ്മുടെ അച്ഛനും എന്തോ ചെയ്തോണ്ടിരിക്കുകയാണ്. അവിടെ പോയി ചെയ്ത് കഴിഞ്ഞത് ഇപ്പൊ ബാക്കി ഇതേ അടുക്കളയിലും വന്ന് എന്തോ ജീവിക്കൊണ്ടിരിക്കുകയാണ്. ഇഞ്ചിയാ? ആ കൂട്ടുകാരെ അങ്ങനെ അതെ നമ്മുടെ അമ്മ തേങ്ങ വറുക്കുന്നു അല്ലേ? ഇഞ്ചിക്കറിക്കും ഉള്ളിക്കറിക്കുള്ള തേങ്ങ വറുത്തോണ്ടിരിക്കും. അന്നേരത്ത് നമ്മുടെ അച്ഛനാണെങ്കിൽ ഇത് ഉള്ളിയൊക്കെ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. നിന്ന് വിഷമിച്ചിട്ട് ഇതേ അച്ഛൻ ഇരുന്ന് അരിഞ്ഞോണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരണ്യാണെങ്കിൽ ഇതേ കണ്ട എന്നാണ് അരച്ച് ബീട്രൂട്ട് പച്ചടിക്കുള്ളത് അരക്കുന്നു. അപ്പൊ ഇതെല്ലാം വെച്ചിട്ടൊക്കെ കാണിക്കാം അല്ലേ? നമ്മളിത് ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്. ശരണ്യ എവിടം വരെയായി നമ്മുടെ പാചകം? ബീട്രൂട്ട് കറി വെച്ച്
പിന്നെ ഇത് നമ്മുടെ ഉള്ളിക്കറിക്ക് തേങ്ങ വറുത്ത് വെച്ച് പിന്നെ ഇതെന്നാണ് ഇത് നമ്മുടെ ഉള്ളി വേവിച്ച് വെച്ചിരിക്കണം. അപ്പൊ അങ്ങനെയാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാ പറയുന്നത്. 3 അടപ്പയിലായിട്ട് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വെച്ചിട്ട് കാണിക്കാം. ആ എവിടം വരെ ആയി ശരണ്യ അമ്മയുടെയും മകളുടെയൊക്കെ പാചകങ്ങൾ? ഉള്ളിക്കറി ആയിട്ടുണ്ട്. നമ്മൾ ഉള്ളിക്കറി എന്തിയേ? ആഹാ അടിപൊളി ഉള്ളിക്കറി. ആ പിന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി. ആ പിന്നെ ഇഞ്ചിക്ക് വറുത്തണ്ട് വറുത്തണ്ട്. ആ അവിയല് ബീട്രൂട്ടും ക്യാരറ്റും വൻപയറും കൂടെ തോരൻ. തോരൻ. അവിയല് പിന്നെ അവിയല് സാമ്പാറ് ഓഹോ രക്ഷയില്ല. പറഞ്ഞു പറഞ്ഞ് മതി ഇനി പറഞ്ഞത്. രസമുണ്ട്. രസമുണ്ട് ഇങ്ങനെ ഓരോന്നും ഇനി പറയണ്ട, ഇനി ഞാൻ താഴെ വീഴും. ഇനി പറയണ കേട്ട ഉണ്ട്. പായസം ഇല്ലേ ശരണ്യ? പായസമുണ്ട് പായസം വെക്കുന്നില്ലല്ലേ? പായസം വെക്കണം പായസം വെക്കുന്നില്ല. ഷുഗർ. അയ്യോ അതെന്നെ പറ്റിക്കാൻ പറഞ്ഞല്ലേ, എനിക്ക് മനസ്സിലായി. ഇഞ്ചിയോ? ആ എന്നാ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പാചകം നടക്കട്ടെ കേട്ടോ. ശരണ്യ എന്തോ എവിടം വരെ ആയി? ഞാൻ അവിയലിന് അരപ്പണം ചേർത്ത് വെച്ചിട്ടുള്ളൂ. ആ. ഇനി എണ്ണ ഒഴിക്കണം, കരിയപ്പ് ഇടണം, അതെല്ലാം ചെയ്തിട്ടില്ല. രസത്തിന് കണ്ടാ കൂട്ടുകാരെ, ഇത് അടിപൊളിയായിട്ട് അവിയലായിട്ടില്ല. പിന്നെ അത് രസത്തിന് വേണ്ടി തക്കാളി വേവിച്ചു. നമ്മുടെ ഇഞ്ചിക്കറി ഇല്ലേ? ഇഞ്ചിക്കറി. ആ ഇഞ്ചിക്കറി. അതാണ് ഇത്. ആ ഇഞ്ചിക്കറി അത് ആയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ചെയ്യണം? ഇനി പരിപ്പ് വെക്കണം, രസം വെക്കണം. ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ അച്ഛനെ വിളിക്കണ്ടേ? വിളിക്കണം. ആ സദ്യ തിന്നാൻ നേരത്തെ ആ വിളിക്കണം. ഇനി അവിയല് ഒന്ന് പിടിച്ചു കൂട്ടണം. ആ പിടിച്ചു കൂട്ടണം. എന്റെ പൊന്നെ ഇടിച്ചു കൂട്ടണോന്ന് പറഞ്ഞ പോലെ ആയിപ്പോയത്. അതന്നെയാ എന്താ ദേ അന്നേരത്ത് ദേ അച്ഛൻ വന്നല്ല. ഇതാക്കി കൂട്ടച്ചു. ആ അപ്പൊ ഞാൻ സമയത്ത് വരികയും ചെയ്ത് എന്ത് പറ്റികളൊക്കെ അമ്മല്ലേ അത് ഇളക്കുമ്പോൾ അത്രയും ഉണ്ട്. നിറയുള്ള കൊണ്ട്. അല്ലാതെ എനിക്ക് തന്നതല്ല. ആ അതെ നേരെ ഇടിച്ചു കൂട്ടും നല്ലതായിട്ട്. ഇടിച്ചു കൂട്ടാന് നമ്മുടെ അച്ഛൻ ഇളക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് പറഞ്ഞ ഇടിച്ചു കൂട്ടാന്. ദേ അമ്മയും വന്നിട്ടുണ്ട്. അമ്മയെ എത്തി. അമ്മ പോയി മറയത്ത് പോയി നിക്കുകയാണല്ലേ? ശരി പറഞ്ഞത് ശരിയാണ്. ശരി പറഞ്ഞത് ശരിയാണ് കേട്ടാ. ആ ഇടിച്ചൊക്കെ കൂട്ടുമ്പോ നല്ല അടിപൊളിയാവും. ഇടിച്ചല്ലേ ഇളക്കി കൂട്ടാൻ. ശരണ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇനി ഇല വെട്ടണ്ടേ ശരി? ഇല വെട്ടണ മുമ്പ് ഇവിടെ ഒന്ന് വൃത്തിയാക്കണം. വൃത്തിയാക്കണ മുമ്പ് ഭക്ഷണം എല്ലാം ആ തോരൻ വെക്കാനുണ്ടല്ലേ? വെക്കാണ്ട് ഇനി പരിപ്പും കൂടെ വെച്ചാൽ മതി. പപ്പടം കൂടെ പൊടിച്ചാൽ ആ പിന്നെ ഇന്ന് മോര് കാച്ചണ്ട കേട്ടാ. മോര് കാച്ചി ഇത്ര ഐറ്റം ഉള്ളതാണ്. മോര് കാച്ചല്ലേ പച്ചമോര് രസമുള്ളപ്പോ പച്ചമുളക് ആ പച്ചമതി പച്ചമതി രസമുണ്ടാ. അതേ രസത്തിനാണ് വെച്ചാൽ ഈ തക്കാളി വേവിച്ചിട്ടിരിക്കുന്നത്. വന്നല്ലേ ഉള്ളൂ. ഞാൻ കണ്ടില്ല. ആ വേപ്പിലയൊക്കെ ശരണ്യ ഇട്ടിട്ടുണ്ട്. ചെന്ന കഴിക്കണ്ടേ? ആ അപ്പൊ എല്ലാം ചെയ്തിട്ട് കാണിക്കാം. അപ്പൊ കൂട്ടുകാരെ കറിയെല്ലാം വെന്തു. ഇനി നമുക്ക് പായസം കൂടെ വെച്ചാലോ? ആഹാ പായസം വെക്കാൻ പോയാണ്. നല്ല അടിപൊളി സേമിയ പായസം. സേമിയ പായസം നമ്മൾ ഒത്തിരി വെക്കുന്ന കണ്ടിട്ടുണ്ട്. വീഡിയോയിലുണ്ട്, നമ്മുടെ വീഡിയോയിൽ. അപ്പൊ പായസം വെച്ചിട്ട് കാണിക്കാം. ശരണ്യ എന്താ എവിടം വരെ ഈ പായസം വെപ്പ്? നെയ്യ് ഒഴിച്ച് നമ്മള് മുന്തിരി ഇതെല്ലാം കൂടെ വറുത്ത് കോരാൻ പോവാ. ആ നെയ്യൊഴിച്ച് വറുത്ത് കോരാൻ പോയാണ്. നമ്മുടെ അമ്മയാണോ പായസം ഇളക്കി കണ്ടിരിക്കുന്നു. കണ്ട അമ്മ പായസം വെച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ സേമിയ പായസം ആയിട്ടില്ല. ആ ആകാൻ പോകുന്നതേ ആ നമ്മുടെ അച്ഛനൊരിടം വരെ ഇപ്പൊ അതേ പോയി. അച്ഛൻ്റെ വന്നിട്ടുണ്ട് വീട്ടിലാട്ട്. ഇവിടെ വന്നല്ലോ, കണ്ടില്ലല്ലോ അച്ഛാ. ആ അതേ വന്നുണ്ട്. മുന്തിരിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ശരണ്യ തിരിഞ്ഞോണ്ടിരിക്കുകയാണ്. ആ അതെ പായസം ആയിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ. പായസം ശർക്കര പായസം അല്ലല്ലേ? അല്ല സേമിയ. അല്ല ഇവിടെ ശരണ്യക്ക് ശർക്കര പായസം ഇഷ്ടല്ലേ? എനിക്ക് ശർക്കര പായസം ഇഷ്ടം. അടുത്ത തവണ ശർക്കര പായസം അച്ഛൻ്റെ 20-ാം വയസ്സാകട്ടെ. ഇതേ കണ്ട അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എടുത്തിട്ടുണ്ട്. മൂത്തില്ലെന്ന് എണ്ണയല്ല അച്ഛാ അത്. അമ്മ ആണെങ്കിൽ
അന്നാരം തൊട്ടുള്ള ഞാൻ ഇട്ട് ഇളക്കണ അപ്പൊ ഞാൻ ഇളക്കി കൊടുക്കാം. ശനിയെ രക്ഷപ്പെട്ട് ശനിയുടെ മേത്തൊന്നും തെറിച്ച് വീഴിയല്ലോ അല്ലേ? എനിക്ക് പുറത്തിച്ചിരി പണി കണ്ടായിരുന്നു. ആണോ? അങ്ങനെ ഞാൻ പൊക്കോട്ടെ, ഇവർ ചെയ്തോളൂ. അപ്പൊ കണ്ട ഇതൊക്കെ ഇനി ഒന്ന് മൂത്തെടുക്കണം അല്ലേ? കരിക്കല്ലേ കേട്ടോ അച്ഛാ. മൂപ്പിച്ച് ചെറിയ ഉടാകുമ്പോ തന്നെ ആയത്. മതി മതി മതി, അച്ഛൻ കരിക്കും. അത് കരിഞ്ഞു പോകും അച്ഛാ. ഇല്ലല്ലേ? അപ്പൊ ഇനി നീ ഓഫ് ചെയ്ത് ഞാൻ ഓഫ് ചെയ്തു. അപ്പൊ കണ്ട നമ്മുടെ മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അല്ല ഇനി അതിലാട്ടൊഴിക്കണം. കളർ മാറി. അണ്ടിപ്പരിപ്പിന്റെ കളറും ഒരു റോസ് കളർ. ശരണ്യ അതിലാട്ടൊഴിക്കാൻ ആരാണ് ഒഴിക്കുന്നത്? അച്ഛൻ്റെ നോക്കട്ടെ. എത്ര വെച്ചേക്കട്ടെ? ഒഴിച്ചോ. വെച്ചോട്ടെ. ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ തണുത്ത് പോകും. അന്നേരം നമുക്ക് ഒഴിച്ചോ. എന്നാ ഒഴിച്ചു. അതേ മുന്തിരിയൊക്കെ വീർത്തല്ലേ? അതാണ്ടാ ശരണ്യ ഇങ്ങനെ എന്താ മനസ്സിലായില്ല? ഇത് പിടിച്ചിട്ടുണ്ട്. ശരണ്യ ഒത്തിരി പായസം വെച്ചിട്ടുള്ളതാണല്ലേ ശരണ്യ? അടുക്കളൊക്കെ അച്ഛനറിയാമല്ല. വട്ടത്തിൽ അതൊക്കെ ഞാൻ കഴിച്ചോളാം. ദൈവമേ, അമ്മ ഇച്ചിരി മാറി നിന്നു കാണാൻ മേല. എനിക്ക് തിരിച്ചിങ്ങോട്ടായിരുന്നു ഒഴിക്കേണ്ടത്. അതെ, എന്നാലേ നമുക്ക് കൂട്ടുകാരെ കാണിക്കാൻ പറ്റുള്ളൂ. എന്താ ഒരു അണ്ടിപ്പരിപ്പ് എന്നെ കാത്തിരിപ്പുണ്ട്. അതൊക്കെ വരും കണ്ടാ. അപ്പൊ കൂട്ടുകാരെ കണ്ട നല്ല അടിപൊളി പായസമായി. കണ്ട അടിപൊളി പായസാണ് അല്ലേ? സൂപ്പർ പായസം. അപ്പൊ നമുക്കുണ്ടല്ല ഇനി അങ്ങോട്ട് ഇലയൊക്കെ വെട്ടി അങ്ങോട്ട് എന്ത് ഇലയൊക്കെ വെട്ടി അങ്ങോട്ട് തുടങ്ങിയാലാ? പപ്പടം വേണ്ടേ? പപ്പടം. അത് പപ്പടം അച്ഛൻ കച്ചിക്കോളൂ. അച്ഛൻ കാച്ചു അല്ല, അച്ഛൻ പപ്പടം കാച്ചി തരും. അച്ഛൻ പപ്പടം കാച്ചു എന്നാ ഞാനും പറഞ്ഞത്. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാർ ക്ഷമിച്ചോളൂ അല്ലേ ശരണ്യ? നമ്മുടെ വാക്കിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കൂട്ടുകാരങ്ങോട്ട് ക്ഷമിക്കട്ടെ. അപ്പൊ നമുക്ക് ആ നേരത്തെ ഇല വെട്ടാം ശരണ്യ. നമ്മുടെ അച്ഛൻ തന്നെ പപ്പടവും കാച്ചനുണ്ട് കണ്ട. അങ്ങനെ ഇനി വേണം നമുക്ക് ഇലയൊക്കെ വെട്ടി സദ്യ കഴിക്കാൻ. കൂട്ടുകാരൊക്കെ ഞങ്ങൾ ഇല ഇട്ടത് അച്ഛൻ വെള്ളം ഒഴിച്ചോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇനി കഴിക്കാൻ പോവാ. അതെ, അപ്പൊ നമുക്ക് ഇല വിളമ്പിയത് കൂടി നമുക്ക് കൂട്ടുകാരെ കാണിച്ചു കൊടുക്കാം. കൂട്ടുകാരെ അങ്ങനെ അതെ അച്ഛൻ എല്ലാം വിളമ്പി തന്നത് അച്ഛനാണ്. എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഒരു ഓണം വന്നെന്നാലും അച്ഛൻ തന്നെയാണ് എല്ലാം ഇണക്കി കഴിയുമ്പോൾ വിളമ്പലൊക്കെ അച്ഛനാണ്. അപ്പം അതെ ഇലയൊക്കെ വെച്ച് അമ്മ ഇരിക്കി. അപ്പം കൂട്ടുകാരെ കറികളൊക്കെ കണ്ടതെ അവിയൽ എല്ലാ ഐറ്റവും ഉണ്ട്. ഞാൻ പേര് ആദ്യം പരിപ്പ് വെച്ച്. അപ്പം ശരണ്യൊക്കെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം കൂട്ടുകാരെ ആദ്യം എന്നെ കൊണ്ടുമൊക്കെ ഉദ്ഘാടനം ചെയ്യിച്ചായിരുന്നു. ദേ കണ്ട ഇപ്പം അതെ തൊടുകറി വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ വേറെയും ഇലയിൽ വെക്കുന്നുണ്ട് അച്ഛൻ ആ കൂടെ തന്നെ. പിന്നെ വീഡിയോ ഈ സൈഡിൽ നിന്ന് എടുക്കുന്നേ ഉള്ളല്ലേ. പിന്നെ അതുകൂടാതെ എന്തൊക്കെയാണ് അതെന്താണ് ഇപ്പോൾ വെക്കുന്നത്? ഇഞ്ചിക്കറി ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. എനിക്ക് ഉള്ളിക്കറി നമ്മുടെ ബീട്രൂട്ട് ഇഞ്ചിയും വെച്ചായിരുന്നു, നമ്മുടെ പരിപ്പും വെച്ചായിരുന്നു. ഇനി വെക്കാൻ പോലെ നമ്മുടെ പയറ് തോരൻ. അമ്മ എടുത്തിരിക്കുന്ന അവിയലാണെന്ന് എനിക്കറിയാം. അതെ, അപ്പൊ ഇനി അവിയൽ കൂടി അങ്ങോട്ട് അമ്മ എന്താണമ്മ അമ്മ ഒന്നും മിണ്ടുന്നില്ല. അതെ കണ്ടാ കൂട്ടുകാരെ. ഇനി സാമ്പാർ നിങ്ങൾ എല്ലാരും പോര് നമുക്ക് ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കാം. അതെ ഇനി എന്നാണെന്ന് പറയട്ടെ. പഴം അതൊക്കെ ആദ്യം വെക്കേണ്ടതാണ്. നമുക്കിവിടെ എങ്ങനെയാണെങ്കിലും ക്രമമൊന്നും നമുക്കറിയാം. പഴം വെച്ചില്ല ഇവിടെ. പപ്പടവും വെച്ചില്ലല്ലേ? സ്ഥലക്കുറവുണ്ട് നേരെ. കണ്ട
പപ്പടം വെച്ച് കട്ടിപ്പരിപ്പ് കാരണം പപ്പടം കാണാൻ മേലല്ലേ. ഇതേ കട്ടിപ്പരിപ്പ്, ഇച്ചിരി ചോറിട്ടേ പപ്പടം, നമുക്ക് ചോറ് കൂടി ഇട്ടെന്നാൽ പപ്പടം, അവിയല്, ഇവിടെ കട്ടിപ്പരിപ്പ് അച്ചാറ്, ആ തോരൻ, അതെ. അപ്പൊ അതെ ഇഞ്ചിക്കറി, ഉള്ളിക്കറി, എല്ലാം ആയി. പിന്നെ ബീട്രൂട്ട്, ആ പഴം. ഇപ്പം അതെ അച്ഛൻ ചോറ് കൂടി കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതെ ചോറ് കൂടി വെച്ച് അത് മതി. എന്നിട്ട് സാമ്പാറുണ്ട്, പച്ചമോരുണ്ട്. അതെ അതെ പച്ചമോരൊക്കെ ഉണ്ട് കൂട്ടുകാരെ. അതെ കണ്ട പച്ചമോരുണ്ട്, പിന്നെ രസമുണ്ട്. രസമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം കണ്ട. രസം. അപ്പം അതെ എല്ലാത്തിലും സാമ്പാറുണ്ട് കണ്ട. 4 ഇലയിലും സാമ്പാർ. സാമ്പാർ കണ്ട. അതെ പിന്നെ നമ്മളെ കൂട്ടുകാരെ ഒന്ന് പായസം കൂടി ഒന്ന് കാണിച്ചു കൊടുത്തേ. നമ്മുടെ തോരൻ കണ്ട, പായസം കണ്ട, അടിപൊളി പായസം ഉണ്ട്. അപ്പോൾ കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം അതെ ശരണ്യ ഒന്ന് കഴിച്ച് കാണിക്കും. കാരണം ഞാൻ എല്ലാം എപ്പോഴും അപ്പം അതെ കണ്ടോ കൂട്ടുകാരെ, അങ്ങനെ പപ്പടമൊക്കെ പൊടിച്ച് ചോറിൻ്റെ കൂടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇച്ചിരി അവിയൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അവിയൽ. അവിയലും എടുത്ത് ഇച്ചിരി അച്ചാറെടുത്ത്, ഇത് നമ്മുടെ തോരനല്ലേ, തോരൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി, അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. പിന്നെ നമ്മുടെ ഉള്ളിക്കറി എടുത്ത്, പിന്നെ നമ്മുടെ ഇഞ്ചിക്കറി എടുത്ത്, പിന്നെ രസം. ആഹാ. അപ്പൊ രസം കൂടി ശരണ്യ അതിലായിട്ട് അങ്ങോട്ട് ഒഴിച്ച്, പിന്നെ നമ്മുടെ പച്ചമോര് വേണമെങ്കിൽ ഒരു സ്വല്പം അങ്ങോട്ട് എടുത്ത് ഒഴിച്ചേക്കാം അല്ലേ. ഇതിന് സ്പൂണൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ എടുക്കുന്നില്ല. സാമ്പാർ എന്തേമ്മ, ആ സാമ്പാർ കൂടി അങ്ങോട്ട് എല്ലാം കാണിക്കണ്ടേ കാണിക്കുമ്പോ അല്ലേ. അപ്പൊ അതെ കണ്ട, അതെ അമ്മ അതെ സാമ്പാർ കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം കൂടി ആ പൊടിച്ച പപ്പടവും കൂടി അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് കുഴച്ചങ്ങോട്ട് എടുത്തിട്ട് എൻ്റെ ശരണ്യക്ക് ഇങ്ങോട്ട് കൊടുത്ത്. നല്ലതല്ലേ? അപ്പൊ ഇനി അച്ഛനും അമ്മ ഇരിക്കുമ്പോ അച്ഛനും അമ്മക്കും തരും. അച്ഛൻ വീഡിയോ എടുക്കണോണ്ടാണ് ചേട്ടാ. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോക്ക് വരുന്നവരെ ബൈ.